നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. പ്രധാന വാർത്തകൾ. കാവാലം CMS ജെട്ടിക്ക് സമീപം വള്ളം മുങ്ങി കാണാതായ രണ്ടുപേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടുകിട്ടി. രണ്ടാമനായി തെരച്ചിൽ തുടരുന്നു. വസ്തു ഇടപാടിൽ ക്രമക്കേട്. ചങ്ങനാശ്ശേരി 4 കോടിയിൽ ഒരു കുടുംബത്തിലെ 8ഓളം അംഗങ്ങൾ പെരുവഴിയിൽ. ശുദ്ധ സംഗീതത്തിന്റെ തമ്പുരാൻ LPR വർമ്മ നാടു നീങ്ങിയിട്ട് ഞായറാഴ്ച 11 വർഷം. വാർത്തകൾ വിശദമായി. കാവാലം CMS ജെട്ടിക്ക് സമീപം വള്ളം മുങ്ങി 2 യുവാക്കളെ കാണാതായി. ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. കായംകുളം കണ്ണോലി തെക്കേതിൽ നദീന്റെ മകൻ നജിമോന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകുന്നേരം 3:30 അപകടം. കാവാലം ആറുചിറ ജാക്ക് ജോസഫിന്റെ വീട്ടിൽ വന്നതായിരുന്നു ഇവർ. കായൽ കാണുവാൻ യന്ത്രം ഘടിപ്പിച്ച വള്ളത്തിൽ കയറിയപ്പോഴാണ് വള്ളം മറിഞ്ഞത്. കാണാതായ പന്തളം പൊങ്ങലടി സ്വദേശി ബിബിന് വേണ്ടിയുള്ള തിരച്ചിൽ സന്ധ്യയ്ക്ക് ശേഷവും തുടരുകയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഫയർഫോഴ്സും കൈനടി പുളുങ്ങുന്ന സ്റ്റേഷനുകളിലെ പോലീസുകാരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഈ 4 പിള്ളേരും വള്ളം പുറത്തോട്ടിറക്കിയിട്ട് വള്ളം തുഴയുന്ന അമരം അണിയെന്ന് പറയും. ഞങ്ങൾ ഇവിടെ കുട്ടനാട്ടിൽ അമരം പടിഞ്ഞാട്ടും അണിയൻ കിഴക്കോട്ടുമായിട്ടുമാണ്. അപ്പോൾ അവർ കായലിൽ പോകാനായിട്ടാണ് പുറത്തോട്ടിറങ്ങിയെന്നാണ് പറയുന്നത്. അതിൻ്റെ സൂക്ഷ്മവിവരം നമുക്കറിയത്തില്ല. അപ്പം വള്ളം സ്റ്റാർട്ട് ചെയ്തപ്പം എഞ്ചിൻ വെള്ളം സ്റ്റാർട്ടായി കഴിയുമ്പോൾ വള്ളം മൂവ് ചെയ്തപ്പം വള്ളത്തെ പരിചയമില്ലാത്ത 2 പിള്ളേരാണ് തലക്കല്ലിരുന്നത്. അവരൊരു സൈഡിലോട്ട് പോയി. അപ്പം വള്ളം മൂവ് ചെയ്ത് കഴിയുമ്പോൾ സൈഡിലോട്ട് പോകുമ്പോൾ കനം കുറഞ്ഞ വള്ളമാണ്. അങ്ങനെയാണ് വള്ളം മറിയുമ്പോൾ ഞാൻ ഈ പാലത്തിൽ നിൽക്കുക. ഇവിടെ വേറെ ആരുമില്ല ഈ പ്രദേശത്ത്, ആണുങ്ങളായിട്ട്. വള്ളം മറിയുന്ന കണ്ടോട്ട് ഞാൻ പോയി ഈ കടവിൽ വന്നു. ബാബുസാറിന്റെ കടവിൽ വരുമ്പോൾ 2 പേര് വള്ളം ഇവരുടെ നിന്ന് പിടിവിട്ടുപോയി. വള്ളത്തെ പരിചയമുള്ള ആളുടെ കയ്യിൽ നിന്നും വള്ളം പിടിവിട്ടുപോയി. അല്ലെങ്കിൽ ഇതുങ്ങളെ എങ്ങനെയെങ്കിലും വള്ളത്തെ ആരോ പിടിപ്പിക്കായിരുന്നു. ഞാൻ ചാടിയത് തന്നെയാണ്. ഭൂമാഫിയയുടെ തട്ടിപ്പിന് ഇരയായ ചങ്ങനാശ്ശേരി 4 കോടി കടുത്താനം വീട്ടിൽ സുശീലിനും കുടുംബത്തിനും ഉണ്ടായിരുന്ന കിടപ്പാടവും നഷ്ടമായി. അന്തിയുറങ്ങാൻ ഒരു കൂര പോലുമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങേണ്ട സ്ഥിതിയാണ് ഈ കുടുംബത്തിന്. 14 വർഷങ്ങൾക്ക് മുമ്പാണ് സുശീലനും കുടുംബവും കുഴിയടിയിൽ ബേബിച്ചൻ എന്നയാളിൽ നിന്ന് 5.5 സെന്റ് സ്ഥലം 72,000 രൂപയ്ക്ക് വാങ്ങാൻ കരാർ ഉറപ്പിക്കുന്നത്. അഡ്വാൻസ് തുകയായി 42,000 രൂപ നൽകി. ബാക്കി തുക ആധാരം എഴുതുമ്പോൾ നൽകാമെന്ന വ്യവസ്ഥയിൽ കരാർ എഴുതി. തുടർന്ന് സുശീലനും കുടുംബവും ചെറിയ വീട് നിർമ്മിച്ച് താമസം ആരംഭിച്ചു. എന്നാൽ ആധാരം എഴുതാൻ പല പ്രാവശ്യം സുശീലൻ സമീപിച്ചിട്ടും ഇയാൾ പലവിധ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് സുശീലൻ അറിയുന്നത് തനിക്ക് നൽകിയ ഭൂമി ഉടമ മറ്റൊരാൾക്ക് വിറ്റു എന്നത്. തുടർന്ന് കോടതിയെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ വസ്തു ഉടമയുടെ സ്വാധീനത്തിന്റെ ഫലമായി സുശീലിനെയും കുടുംബത്തെയും ഇറക്കുവാനുള്ള കോടതി വിധി ഇക്കൂട്ടർ സമ്പാദിച്ചു. തുടർന്ന് കഴിഞ്ഞ ദിവസം പോലീസുമായി എത്തി വീട്ടിലെ സാധന സാമഗ്രികൾ എല്ലാം പുറത്താക്കിയ ശേഷം വീട് പൂട്ടി. പ്രായമായ അച്ഛനും അമ്മയ്ക്കുമൊപ്പം അവിവാഹിതയായ സഹോദരിയും ഭാര്യയും 3 കുട്ടികളെയും കൊണ്ട് ഈ വീടിന്റെ മുറ്റത്താണ് ഇപ്പോൾ ഇവർ കഴിയുന്നത്. ഈ സ്ഥലം ഞാൻ ഒരു മുഖ്യാറുകാരൻ്റെ എനിക്ക് മേടിച്ചതാണ്. ഈ സ്ഥലത്തിലെ മുഖ്യാറ് പ്രകാരം എനിക്ക് കരാർ എഴുതി തന്നു. ആ സ്ഥലത്തിലേക്ക് ഞാൻ താമസം മാറി. ഞാനും എൻ്റെ ഭാര്യയുടെ അമ്മയും ഭാര്യയുടെ അപ്പനും ഭാര്യയുടെ അനിയത്തിയും എല്ലാവരും കൂടെ ഞങ്ങളിവിടെ സ്ഥലം മാറി 3 മാസത്തിനകം ആധാരം എഴുതി തരാമെന്ന് എന്നോട് മുഖ്യാറുകാരൻ ബോധിപ്പിച്ചു. 3 മാസം കഴിഞ്ഞ് ആധാരം എടുക്കാനായിട്ട് അയാളുടെ കയ്യിലോട്ട് പൈസയും കൊണ്ട് ചെന്നപ്പോഴത്തേന് അയാൾ പറഞ്ഞു, എൻ്റെ കാലിൻ്റെ മുട്ടിന് വേദനയാണ്, എനിക്ക് വരാൻ ഇപ്പം പറ്റത്തില്ല, പിന്നൊരിക്കലാകാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എന്നെ വീണ്ടും 3 മാസം കൂടെ താമസിപ്പിച്ചു. 6ാമത്തെ മാസം ഞാൻ അറിയുന്നത് ഈ മുഖ്യാറ് കൊണ്ടുപോയി ഈ സ്ഥലത്തിൻ്റെ മുഖ്യാറ് എടുത്തുകൊണ്ട് പോയി ലോറൻസ് എന്ന് പറയുന്ന ആളിന് തീരാധാരം എഴുതി കൊടുത്തതായിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ അറിയുന്നത്. അന്ന് മുതൽ ഞാൻ ഈ കേസിൻ്റെ പുറകെ നടന്ന് ഒരു വക്കീലിനെ കണ്ട്. വക്കീലിൻ്റെ പേര് രാധാകൃഷ്ണൻ. ഈ രാധാകൃഷ്ണൻ വക്കീലിൻ്റെ അടുത്ത് ചെന്ന് കേസ് പറഞ്ഞു. രാധാകൃഷ്ണൻ വക്കീൽ എൻ്റെ നിന്നുള്ള ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് മേടിച്ച് എന്നോടെല്ലാം എഴുതിയെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഈ കേസിൻ്റെ നടപടി ക്രമം അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസം എന്നോട് വിളിച്ച് പറയും, ഇത്ര രൂപ കൊണ്ടുവരണമെന്ന് പറയും. ആദ്യം 12,000 രൂപ കൊണ്ടുവരാൻ പറഞ്ഞു. 12,000 രൂപയും കൊണ്ടുവന്നിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് എന്നോട് പറഞ്ഞു, ഇനി അടുത്ത ആഴ്ച വന്നേച്ചാൽ മതിയെന്ന്.
2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വിളിക്കും, വീണ്ടും ഒരു 5000 രൂപ കൊണ്ടുവരണമെന്ന് പറയും. ഈ 5000 രൂപ വീണ്ടും കൊണ്ടുവരും. 5000 രൂപ കൊണ്ടുവരുമ്പോൾ ഞാൻ പറയും, സാറേ ഇതിൻ്റെ കേസിൻ്റെ തുമ്പ് വല്ലതും ഉണ്ടോ? അതെ, ഞാൻ വീട് അറിയിച്ചോളാം. ഇങ്ങനെ പറഞ്ഞ് എൻ്റെ നിന്നുള്ള ഒപ്പും മേടിച്ച് പേപ്പറിൽ നിന്നുള്ള എല്ലാം എഴുതിയെല്ലാം മേടിച്ച് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഒരു ദിവസം ഇറങ്ങി പോരുന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്നോട് പറഞ്ഞു, അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു 7000 രൂപയുടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഈ 7000 രൂപയുടെ കൊണ്ടുവരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഏതാണ്ടൊക്കെ പേപ്പർ റെഡി ആയിട്ടുണ്ട്, അത് സുശീലിന് അനുകൂലമായിട്ടുള്ള പേപ്പറാണെന്ന് പറഞ്ഞു. എനിക്ക് അനുകൂലമായിട്ടുള്ള പേപ്പർ വന്നപ്പോഴത്തേന് ഈ പേപ്പർ കൊണ്ട് ലോറൻസിൻ്റെ അടുത്തും ബേവിച്ചിൻ്റെ അടുത്തും കൊണ്ടിട്ട് പറഞ്ഞു സുശീലിന് അനുകൂലമായെന്ന് പറഞ്ഞു. അന്നേരം ലോറൻസ് ഈ വക്കീലിനോട് പറഞ്ഞു, ആകെ സുശീലിനെ അറിയിക്കണ്ടെന്ന് പറഞ്ഞു. അവനിത് അറിയാൻ വേണ്ട, അവൻ്റെ പേരിലൊന്നും നടപടി എടുക്കണ്ട, ഇത് രഹസ്യമായിട്ട് ഇങ്ങോട്ട് നോക്കും. ഞാൻ എന്നും കോടതി മുറ്റത്ത് കയറി ഇറങ്ങി നടക്കുക, ഈ വക്കീലിനെ പിടിക്കും. ഈ വക്കീൽ ഒരു ദിവസം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് വക്കീലിനോട് ചോദിച്ചു, സാറേ എന്നായി, തനിക്ക് വേറെ പണിയൊന്നും ഇല്ലോളൂ, താനവിടെ താമസിച്ചു, ഒരു കുഴപ്പമില്ല, തന്നെ ആരും ഇറക്കി വിടത്തില്ല. മഴ പെയ്യുമ്പോൾ ചാരിവെച്ച ഷീറ്റുകളെ ആശ്രയിക്കുന്ന ഇവർക്ക് കയറിക്കിടക്കാൻ മറ്റൊരിടമില്ല. എന്നിട്ടും പണക്കൊതി മൂത്ത് പാവപ്പെട്ടവന്റെ കിടപ്പാടം വരെ പിടിച്ചുപറിക്കുന്ന ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാൻ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം. ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നതെല്ലാം വിറ്റ് മേടിച്ചാണ് ഈ സ്ഥലം. ഇത് വേറൊരാൾക്ക് മറിച്ച് അയാൾ വിറ്റ്. ഞങ്ങൾക്കിപ്പോൾ പോകാൻ ഇടമൊന്നുമില്ല. അകപ്പാടെയുള്ള ആശ്രയം ഡ്രൈവറായിട്ട് മാറ്റുള്ളൂ. എന്താ ചെയ്യലേന്ന് അറിയത്തില്ല. എൻ്റെ അമ്മയുണ്ട്, അപ്പനുണ്ട്, ചേച്ചിയും 3 പിള്ളേരും, ചേച്ചിയുടെ ഭർത്താവും. ഞങ്ങൾ 8 പേരെ താമസിക്കുന്നു ഇവിടെ. എത്ര വർഷമായിട്ട് താമസിക്കും? 12 വർഷമായിട്ട് താമസിക്കുന്നു. വേറെ ആശ്രയമൊന്നുമില്ല, ഞങ്ങൾക്ക് വേറെ വീടും ഒന്നും തന്നില്ല. ഞങ്ങളിപ്പോൾ ഇറക്കി വിട്ടിരിക്കുകയാണ് ഇവിടുന്ന്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. KCV ന്യൂസ്, ചങ്ങനാശ്ശേരി. മലയാള ചലച്ചിത്ര ശാഖയിൽ ശുദ്ധ സംഗീതത്തിന്റെ തമ്പുരാൻ LPR വർമ്മ ദേഹവിയോഗം ചെയ്തിട്ട് ഞായറാഴ്ച 11 വർഷം തികയുന്നു. മലയാളികൾക്ക് ഓർമ്മിക്കാൻ ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച മഹാനായ കലാകാരന്റെ സ്മരണകളെ നിലനിർത്തുവാൻ സ്മാരകം നിർമ്മിക്കണമെന്നാണ് സംഗീത പ്രേമികളുടെ ആഗ്രഹം. മാമനല്ലേ വിളിക്കുന്നത്? അതേലോ, ഭാഗവതരോ? മാമ ചേട്ടാ, മാമ ചേട്ടോ, എന്റെ മോൻ എന്തിയേ? അവൻ പോയോ രംഗ? പറന്നു പറന്ന് പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാൻ ആ പൂമരക്കൊമ്പിൽ എന്ന അനശ്വര ഗാനം പാടിയ ശുദ്ധ സംഗീതത്തിന്റെ തമ്പുരാൻ LPR വർമ്മ നാട് നീങ്ങിയിട്ട് ഞായറാഴ്ച 11 വർഷം തികയുകയാണ്. ചങ്ങനാശ്ശേരി ലക്ഷ്മീപുരം കൊട്ടാരത്തിൽ പൂരം തിരുനാൾ രവിവർമ്മ എന്ന LPR വർമ്മ 2003 ജൂലൈ 6 ദേഹവിയോഗം ചെയ്തത്. മലയാള ഗാനശാഖയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ LPR വർമ്മയുടെ ആദ്യ സിനിമ സ്ത്രീഹൃദയമാണ്. തുടർന്ന് 7ഓളം സിനിമകൾക്ക് സംഗീതം പകർന്ന മഹാനായ കലാകാരന്റെ അവസാന ചിത്രം സന്ധ്യാനന്ദനമാണ്. 1969 ഉള്ളതു മതി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ അജ്ഞാത സഖി ആത്മസഖി എന്ന ഗാനത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളക്കരയിലെത്തിച്ചു. പ്രണയത്തിന്റെ വിവിധ തലങ്ങളെ തൊട്ടുണർത്തിയ ലാവണ്യ ദേവതയെ നിന്നെ കാണുവാൻ ഞാനിന്നു വന്നു എന്ന ഗാനം ചുണ്ടിൽ മൂളാത്തവർ ആരാണ്? കൂടാതെ തൊട്ടാവാടി എന്ന സിനിമയിലെ ഉപാസന ഇത് ധന്യമാമൊരുപാസന എന്ന ഗാനത്തിന് മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് P. ജയചന്ദ്രൻ ലഭിച്ചതും LPR വർമ്മ എന്ന വലിയ കലാകാരന്റെ സംഗീത സംവിധാനത്തിലൂടെയായിരുന്നു. കുരുവിപ്പെട്ടി നമ്മുടെ പെട്ടി എന്ന് സ്ഥാനാർത്ഥി സാറാമ്മയിലെ ഗാനവും അക്കരപ്പച്ചയിലെ അഞ്ജനച്ചോലയിലെ തൊട്ടാവാടിയിലെ വീണേ വീണേ വീണപ്പെണ്ണെ തുടങ്ങി എത്രയെത്ര ഗാനങ്ങൾ. മലയാള സിനിമാ ശാഖയിൽ ശുദ്ധ സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്ത് മലയാളികളുടെ ചുണ്ടുകളിൽ എന്നും പാടാൻ കൊതിക്കുന്ന ഒരുപിടി അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച അഞ്ചുവിളക്കിന്റെ തമ്പുരാൻ നാടു നീങ്ങിയിട്ട് 11 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കളിയാടുന്ന ഈ പുണ്യഭൂമിയിൽ ഒരു സ്മാരകം തീർക്കാൻ പോലും നമ്മുടെ ഭരണാധികാരികൾക്കോ സംഗീത ലോകത്തിനോ കഴിഞ്ഞില്ല എന്നത് ആ മഹാപ്രതിഭയോട് കാട്ടുന്ന കടുത്ത അനീതിയാണ്. KCV ന്യൂസ്, ചങ്ങനാശ്ശേരി. കേരള ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കുട്ടനാട് താലൂക്ക് 1ാമത് വാർഷികവും അംഗത്വ സർട്ടിഫിക്കറ്റ് വിതരണവും ശനിയാഴ്ച നടന്നു. രാമങ്കരി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം റഷീദ് കലേന്താനി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ രാമങ്കരിയിൽ ഒരു പരിപാടി നടക്കുമ്പോൾ 5 മണിക്കാണ് പരിപാടി നടക്കുന്നത്.
ഒരാഴ്ച മുമ്പ് വന്ന് ഉച്ചപാട്ടിക്കാരുടെ ബുദ്ധി രാമങ്കരി ഇത്രാം തീയതി ഇത്ര മണിക്ക് പരിപാടി ഉണ്ടായാലും മൈക്ക് വരും. തലേന്ന് രാമങ്കരി സംഘടന രാവിലെ നാളെ പരിപാടി നടത്താൻ തലങ്ങളിലൊക്കെ അവരുടെ പോലീസ് അധികാരികളുമായി ചർച്ചയാണ്. സാറേ, ഈ ശബ്ദ മലിനീകരണം സത്യമായി ഇത് മൈക്ക് വെച്ചപ്പോൾ കെട്ടിക്കഴിയുമ്പോൾ അടുത്തിരിക്കുന്ന നടത്താനും പ്രാകുക. ഈ മൈക്കുകാരന് തലയിൽ ബുദ്ധിജീവിയുണ്ട്. സത്യത്തിൽ മൈക്കുകാരനാണ് ഉത്തരവാദി. സാമൂഹ്യ പ്രതിബദ്ധതയുമായി സമൂഹത്തോട് അടുത്ത് നിൽക്കുന്ന ഇവിടുത്തെ സംഘടനകളെ അവരെ നിയന്ത്രിക്കുന്നത്. ഞങ്ങളുടെ നമ്മളൊക്കെ ഇപ്പോൾ വെച്ചിരിക്കുന്നത് പോലീസ് അധികാരികളുടെ തീരുമാനം പരിപാടി തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് മതി ഈ പാട്ടുകെട്ടി സംഗീതം. അരമണിക്കൂർ മുമ്പ് അങ്ങനെയാക്കിയിരിക്കും. രാമപുരിക്കും അങ്ങനെ തന്നെയാകണം. ആലപ്പുഴ ജില്ലയിൽ മുഴുവൻ അങ്ങനെ തന്നെയാകണം. കേരളത്തിൽ മുഴുവൻ അങ്ങനെയാകണം. ഈ ശബ്ദ ശല്യത്തിൽ നിന്നും നേരത്തെ മൂടിയിരിക്കണം. ഞങ്ങൾ നമ്മുടെ വേണ്ടത് അല്ലാതെ പാവപ്പെട്ട ഉച്ചഭാഷക്കാരന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവന്റെ അന്നം മുടക്കുന്ന രീതിയിലുള്ള ഒരു നിരോധനമായിരിക്കും. LSWA ജില്ലാ പ്രസിഡന്റ് MK മംഗളാനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാമങ്കരി പോലീസ് സബ് ഇൻസ്പെക്ടർ J നിസാമുദ്ദീൻ അംഗത്വ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ മുതിർന്ന അംഗങ്ങളെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. യോഗത്തിൽ ഏരിയ പ്രസിഡന്റ് B പ്രേംകുമാർ, D പ്രസന്നകുമാർ, മധു മധുരിമ, AD ചന്ദ്രലാൽ, സുദർശൻ പിള്ള, രമേശ് ബാബു, നൌഷാദ് ഭീമ, S പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം ഇല്ലാതാക്കുന്ന നടപടി വള്ളംകളി പ്രേമികളെ സംബന്ധിച്ച് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് കേരള ബോട്ട് ക്ലബ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി SM ഇക്ബാൽ. ചമ്പക്കുളം മൂലം ജലോത്സവം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുട്ടനാട് താലൂക്ക് ഓഫീസിലേക്ക് കേരള ബോട്ട് ക്ലബ് അസോസിയേഷൻ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശേഷിച്ച് മൂലം പോലുള്ള ഒരു വള്ളംകളി മാറ്റിവെക്കുക എന്നുള്ളത് ഒരു കാരണവശാലും വള്ളംകളിക്കാരെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ബഹുമാനപ്പെട്ട കളക്ടർ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് എന്ന് ഞങ്ങൾക്കറിയില്ല. അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ പ്രശ്നബാധിതമായ ഒരു സന്ദേശമുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടും മറ്റു റിപ്പോർട്ടുകളുമെല്ലാം അവിടെ ഇത് വള്ളംകളി വളരെ സംഘർഷഭരിതമാകും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചാവാം, കളക്ടർക്ക് അതിന് അധികാരമുണ്ട്, ഇത് മാറ്റിവെച്ചു. പക്ഷെ അതൊരു വാക്കുകൊണ്ട് അവസാനിച്ചു. ഒരു വാക്കുകൊണ്ട് കളക്ടറുടെ ഒരു വാക്കുകൊണ്ട് ഒരു തീരുമാനം കൊണ്ട് ആ ഒരു വള്ളംകളി മാറ്റിവെച്ചു. മൂലം വള്ളംകളി ജൂലൈ മാസം 11-ാം തീയതി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് മൂലം നാളിലാണ് നടക്കേണ്ടത്. 400 വർഷത്തിലേറെ പഴക്കമുള്ള വള്ളംകളിയാണ്. കേരളത്തിലെ ജലോത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കം കുറിക്കുന്നതാണ്. മൂലം വള്ളംകളിയോടുകൂടിയാണ് കേരളത്തിലെ ജലോത്സവങ്ങൾ ആരംഭിക്കുകയും ഏതാണ്ട് അടുത്ത വർഷം വരെ നീണ്ടു നിൽക്കുന്ന വള്ളംകളികളുടെ ഒരു കലണ്ടർ തന്നെയുള്ളത്. ആ സാഹചര്യത്തിൽ ഇതുപോലൊരു വള്ളംകളി മാറ്റിവെക്കുമ്പോൾ എന്തെങ്കിലും സംഘർഷാവസ്ഥ ഉണ്ടെങ്കിൽ പോലും അതിനെ നേരിടാൻ ഞങ്ങളുടെ ആക്ഷേപമാണ്. അതിനെ നേരിടാൻ മൂലം ജലോത്സവ സമിതി മാത്രമല്ല, ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടത്തിന്റെയും നിയന്ത്രണത്തിൽ ഈ വള്ളംകളി നടത്തുക എന്നുള്ള ഇച്ഛാദാർഢ്യമാണെന്നുണ്ടാകേണ്ടത്. ഇച്ഛാദാർഢ്യമാണ് അക്കാര്യത്തിൽ പ്രകടിപ്പിക്കേണ്ടത്. വർഗീയ സംഘർഷം നടക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് മുൻനിർത്തി ജലോത്സവം നിർത്തുകയല്ല വേണ്ടത്. അത് ഇച്ഛാശക്തിയോടെ ഏറ്റെടുത്ത് നടത്തുവാനുള്ള കഴിവാണ് ഗവൺമെന്റിന് വേണ്ടത്. ആലപ്പുഴ ജില്ലാ കളക്ടർ N പത്മകുമാർ എടുത്ത തീരുമാനം പുനർപരിശോധിക്കണമെന്നും ഇക്ബാൽ ആവശ്യപ്പെട്ടു. കേരള ബോട്ട് ക്ലബ് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് കുട്ടി ജോസഫ് അധ്യക്ഷനായിരുന്നു. മോഹൻലാൽ, അപ്പച്ചായി, P ബൈജു, ഷാജി ചേരമൻ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി.
മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന പോലീസ് സേനയിൽ അംഗബലം വർദ്ധിപ്പിക്കണമെന്ന് ജി സുധാകരൻ MLA. 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 1 ലക്ഷം പോലീസ് സേനാംഗങ്ങളെ നിയമിക്കണം. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ രാജ്യത്തെ കൊള്ള ചെയ്തതിൽ പ്രധാന പങ്ക് വഹിച്ചത് രാഷ്ട്രീയക്കാരാണ്. ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും. നാളെയും വഹിക്കത്തില്ലാന്ന് ആരും ധരിക്കേണ്ട വ്യവസ്ഥ അതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കുറ്റമാണ് എന്ന് പറയുന്നതിന് പകരം നമ്മളെല്ലാ മേഖലകളിലും ഒരുപാട് പരിവർത്തനങ്ങളും തിരുത്തലുകളും വരുത്തേണ്ടതായിട്ടുണ്ട്. പോലീസ് സേന ശരിയാണ്, തെറ്റുകൾ വളരെ കുറഞ്ഞിരിക്കണം. കാരണം ആളുകളെല്ലാം നിയമം നടപ്പിലാക്കുന്നവരായി കാണുക. ആ അടിസ്ഥാനത്തിലുള്ള വിമർശനങ്ങളോടൊന്നും അഭിപ്രായ വ്യത്യാസം. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം ആവശ്യ പോലീസുകാരില്ല. കേരളപ്പിഴവ് ഉണ്ടായിട്ട് വർഷം എത്രയായി? 19 വർഷമായി. ആവശ്യ പോലീസുകാരില്ല. 50,000 പോലീസുകാർ കൂടുതൽ എല്ലാ വകുപ്പിലും കൂടിയില്ല. ലോ ആൻഡ് ഓർഡർ നോക്കാൻ 10,000-20,000 പേരുണ്ടോന്ന് എനിക്ക് സംശയമാണ് ഈ 50,000. അപ്പൊ കേരളത്തിൽ ഇപ്പോൾ ജനസംഖ്യ 3.5 കോടിക്കടുത്തു. എത്രയാ? 1000കണക്കിന് കേരളീയൻ ഒരു പോലീസുകാരൻ പോലും ഇല്ല. ഇതാണ് യാഥാർത്ഥ്യം. ഒരു പ്രശ്നമുണ്ടായാൽ അയക്കാൻ ആളുള്ള ഞാൻ ലോക്കൽ സ്റ്റേഷൻ നാളെ എടുത്ത് അയക്കണമെന്ന് ലോക്കൽ സ്റ്റേഷനിലാണ്. ശബരിമല മഹോത്സവം, മണ്ഡല മകരവിളക്ക് ഉത്സവം വന്നാൽ മുഴുവൻ പോലീസുകാരും അങ്ങോട്ട് പോകണം. അപ്പൊ സ്റ്റേഷനിൽ ആളില്ല. KSRTC ബസ് എല്ലാം അങ്ങോട്ട് പോകണം, നാട്ടിലോടിക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ സംവിധാനം. ഒരു മാറ്റവും ഇല്ലല്ലോ ഇതിനൊന്നും. ആലപ്പുഴ റോട്ടറി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് S. ബിന്ദു അധ്യക്ഷനായി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U. പ്രതിഭാഹരി, പ്രസ് ക്ലബ് സെക്രട്ടറി KG മുകുന്ദൻ, V. ഹരികുമാർ, N. രാജു തുടങ്ങിയവർ സംസാരിച്ചു. SSLC, +2 ക്ലാസുകളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. പൂർവ്വ സൈനിക സേവന പരിഷത്തിന്റെ കുട്ടനാട് താലൂക്ക് സമിതി രൂപീകരണവും ഭാരവാഹികളെ തിരഞ്ഞെടുക്കലും നടന്നു. ചമ്പക്കുളം മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പൂർവ്വ സൈനിക സേവാ പരിഷത്ത് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി K. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ആ പ്രശ്നങ്ങളെല്ലാം കൂടെ ചേർന്ന് നമ്മൾ അത് ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചിട്ട് പത്രസമ്മേളനത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ കേന്ദ്രമന്ത്രി നമുക്ക് സമീപിക്കാൻ സാധിക്കും. ഈ ജനങ്ങൾക്കെല്ലാം കൊണ്ടുപോയി ഒളിമ്പ ലെവലാണെങ്കിൽ അവർ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ. ജില്ലാ പ്രസിഡന്റ് കേണൽ രഘുനാഥ് അധ്യക്ഷനായി. കുട്ടനാട് താലൂക്ക് സമിതി പ്രസിഡന്റായി ദിലീപ് കുമാറിനെ തെരഞ്ഞെടുത്തു. യോഗത്തിൽ ജൂലൈ 26 കാർഗിൽ ദിനമായി കുട്ടനാട്ടിലെ സ്കൂളുകളിൽ ആചരിക്കാൻ തീരുമാനിച്ചു. എടത്വ ആനപ്രമ്പാൽ മർത്തോമ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആനപ്രമ്പാൽ മർത്തോമ ചാരിറ്റബിൾ ട്രസ്റ്റ്, തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജനറൽ മെഡിസിൻ, കാർഡിയോളജി, ശിശുരോഗം തുടങ്ങി 10ഓളം വിഭാഗങ്ങളിലെ വിദഗ്ധർ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പ് ഫാദർ ഗീവർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഷാജു വെട്ടിക്കാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ന് ഇവിടെ വെച്ച് നടത്തുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് പൂർണ്ണമായും സൗജന്യമാണ്. ഇതിന്റെ ഉദ്ദേശം ഇന്നാട്ടുകാരായ പാവപ്പെട്ടവരായ രോഗികളെയും നിർധനരെയും സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഇനി ചരമ വാർത്തകൾ. ഇത്തിത്താനം നെല്ലിശ്ശേരി തങ്കമ്മ രാഘവൻ നിര്യാതയായി. 98 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാവാലം CMSJTക്ക് സമീപം വള്ളം മുങ്ങി കാണാതായ 2 പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടുകിട്ടി. രണ്ടാമനായി തെരച്ചിൽ തുടരുന്നു.
വസ്തു ഇടപാടിൽ ക്രമക്കേട്. ചങ്ങനാശ്ശേരി 4 കോടിയിൽ ഒരു കുടുംബത്തിലെ 8ഓളം അംഗങ്ങൾ പെരുവഴിയിൽ. ശുദ്ധ സംഗീതത്തിന്റെ തമ്പുരാൻ LPR വർമ്മ നാടു നീങ്ങിയിട്ട് ഞായറാഴ്ച 11 വർഷം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.